ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സിപിഐഎം വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സിപിഐഎം വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. 5 വിളക്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആന്റണി അടക്കമുള്ള കോൺഗ്രസ് മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിലെ സുപ്രധാന സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെടുകയും ചെയ്ത ഘട്ടം നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട്. ആ സന്ദർഭത്തിലാണ് കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ, ആഗോളവൽക്കരണ നയങ്ങളെന്ന പേരിട്ട് വിളിക്കുന്ന സമ്പന്നന്മാർക്ക് അനുകൂലമായ പാവപ്പെട്ട ജനങ്ങൾക്ക്, കോടിക്കണക്കായ മനുഷ്യർക്ക് വിവിധ മേഖലകളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇളവുകൾ എന്ന പേരിൽ, സബ്സിഡി എന്ന പേരിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അഥവാ ഇളവ്, അതെല്ലാം എടുത്തു കളയുന്നതിന് കോൺഗ്രസിന്റെ ഗവൺമെന്റ് തീരുമാനമെടുത്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് തന്നെ, കോൺഗ്രസ് ഗവൺമെന്റാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും എല്ലാം വില നിശ്ചയിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് അന്നോളം നിക്ഷിപ്തമായിരുന്നതും കേന്ദ്ര ഗവൺമെന്റ് യഥാസമയം തീരുമാനമെടുത്ത് വന്നിരുന്നതുമായ വില നിർണയിക്കാനുള്ള, വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കാനും കുറച്ചുകൊണ്ടുവന്ന് ജനങ്ങളെ സഹായിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും വേണ്ടെന്ന് വെച്ചു കോൺഗ്രസിന്റെ ഗവൺമെന്റ്. എന്നിട്ട് അവർ ചെയ്തതെന്ന പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കണമോ, ഡീസലിന്റെ വില വർദ്ധിപ്പിക്കണമോ, മണ്ണെണ്ണക്ക് വില കൂട്ടണമോ, അതുപോലെ പാചകത്തിന്റെയും വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെയും പാചകത്തിന്റെയും എല്ലാം വില വർദ്ധിപ്പിക്കണമോ? അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടില്ല. പെട്രോളിയം കമ്പനികൾക്ക് ക്രൂഡ് ഓയിൽ സംഭരിക്കുകയും അത് സംസ്കരിച്ച് പെട്രോളും ഡീസലും എല്ലാം ഉൽപ്പാദിപ്പിക്കുകയും പാചകവാതകം ഉൽപ്പാദിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന പെട്രോളിയം കമ്പനികളുണ്ട്, ബഡാ പെട്രോളിയം കമ്പനികൾ. ആ പെട്രോളിയം കമ്പനികൾക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യവും അവകാശവും കേന്ദ്ര ഗവൺമെന്റ് അങ്ങോട്ട് നൽകി. ആ പെട്രോളിയം കമ്പനികളാവട്ടെ അന്താരാഷ്ട്ര ഭീമന്മാരായ കോർപ്പറേറ്റുകളുടെ അധീനതയിലുള്ളതാണ്. കോർപ്പറേറ്റുകൾക്ക് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന്, അതുവഴി അവരുടെ സമ്പത്ത് എത്രയോ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കുകയാണ് കോൺഗ്രസ് അന്ന് ചെയ്തത്. കോൺഗ്രസ് ആ നടപടി സ്വീകരിച്ചു. പ്രതിഷേധമെല്ലാം ഉയർന്നു വന്നിട്ടും കോൺഗ്രസ് കടുകിട മാറ്റം വരുത്താൻ അവർ സന്നദ്ധമായില്ല. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് അധികാരത്ത് വന്നിട്ടുള്ള 2014 അധികാരത്ത് വന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ സർക്കാർ അടിക്കടി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും അക്രമാസക്തമായിട്ടുള്ള ജനവിരുദ്ധമായ നിലപാടുമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നു. കെ പുഷ്പജ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ PK ദിവാകരൻ മാസ്റ്റർ സംസാരിച്ചു. K ഗോപാലൻ മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.